ഗൈസ് നിങ്ങൾക്കറിയാമെങ്കിൽ യൂട്യൂബിൽ ഇട്ടു ഗൈസ്. വാ ഗൈസ് ഞങ്ങൾ പോവാം. ആളുടെ ഡൈനോസർ തുപ്പിട്ടാണ് പുക വരുന്നത് കണ്ടില്ലേ ഗൈസ്. ഞങ്ങൾ ഇങ്ങനെ താഴെ പോവാം. കമോൺ. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ നിർത്തുകയാണ് ഗൈസ്. ഞങ്ങൾക്കൊരു ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ആണ് വേണ്ടത്. ഈ മൈക്ക് കാലി 150 ഞങ്ങൾ മേടിച്ചതാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന്. പിന്നെ അതിൻ്റെ സ്റ്റാൻഡും 250 ആണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കോളൂ. അതിൻ്റെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇട്ടതായിരിക്കും ഗൈസ്. ഒരു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഷെയർ തരൂ ഗൈസ്. ബൈ ഗൈസ്. നമുക്ക് തോട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഗൈസ് ഇത്. കണ്ടില്ലേ ഈ വഴി പോലും ഇല്ല ഗൈസ്. കണ്ടില്ലേ തോടിയിലേക്ക് പോകുന്നതാണ് ഗൈസ്. ഇത് ഫുൾ ഒരു തോട്ടമാണ് ഗൈസ്. തോട്ടം ജാതിക്കേണ്ട തോട്ടം ഉണ്ട് ഗൈസ് അങ്ങോട്ട് ആ സൈഡിലേക്ക്. ഗൈസ് ഇതാണ് ഞങ്ങളുടെ തോട്. നോക്കിക്കോളൂ, എത്ര വേണമെങ്കിലും നോക്കിക്കോളൂ ഗൈസ്. നോക്കിക്കോളൂ. തോട്ടൊരു തേങ്ങയുണ്ട്, നീന്തുന്നുണ്ട്. മീനെല്ലാം ഉണ്ട് ഗൈസ്. മീന് നമുക്ക് വാ, അങ്ങോട്ട് പോവാ. പോവാ. ഇങ്ങോട്ടാ? ഒരു 75 സ്റ്റെപ്പുള്ള സ്ഥലത്തിലേക്കാണ് ഗൈസ് ഞങ്ങൾ പോകുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ തോടിലേക്ക് പോകുന്നതാണ് മല. കുറച്ച് കഴിഞ്ഞിട്ട് തോട്ടിലേക്ക് ഇറങ്ങുന്ന ഇത് വീഡിയോ ഞങ്ങൾ അഭിജിത്ത് അമ്മ പറഞ്ഞ് തോട്ടിലേക്ക് ഇറങ്ങാണ്ടാണ്. പിന്നെ അഭിജിത്ത് തോട്ടിലേക്ക് ഇറങ്ങാൻ റെഡി ആയിട്ടുണ്ട്. ക്യാമറ ഞങ്ങൾ അന്നൊരിക്കൽ ഈടുന്ന് അടുക്ക് താഴേക്ക് ചാടിയിട്ടുണ്ടായി ഗൈസ്. പിന്നെ അവിടെ ഒരു മല വീണിട്ടുണ്ടാകുമ്പോൾ അതിലായിട്ട് നടന്നിട്ടുണ്ട് ഗൈസ്. ഇതൊരു കാടിൻ്റെ പോലെയാണ് ഗൈസ്. ഏട്ടൻ മുമ്പിലേക്ക് പോകൂ, ഞാൻ പുറകിലെ വരാം. ഇതാണ് ഇവിടുത്തെ ദൃശ്യം. ചാർജ് എടുത്ത് വേണം പുലിയുടെ കാലച്ചുണ്ട്. അതെ ഗൈസ്, കണ്ടോ പുലിന്റെ കാലിന്റെ അച്ച് ഗൈസ്. ആമസോൺ കാടിന്റെ ഉള്ളിലായിട്ടാണ് ഗൈസ്. അടിക്ക ഞാൻ പോകാം. ഞാൻ പോവാം. ബാ Ay, hindi ka din.
ഇവിടെ ഒരു അടിക്കാം. ഈ ലൈറ്റ് ഞാൻ പോസ്റ്റ് അടുത്ത് നയക്കപ്പക്ക് നടന്നുകൊണ്ട് പോകുന്നതാണ് ഗൈസ്. മേലെ കണ്ടു ഗൈസ്, ഒരു മരം വീഴാനായിട്ടുണ്ട്. വാ എനിക്ക് പേടിയാന്നുണ്ട്. എന്തോ സൗണ്ട് എല്ലാം കേൾക്കുന്നുണ്ട് ഗൈസ് ആ സൈഡിൽ നിന്ന്. ഞാൻ കുറേ പ്രാവശ്യം ഇങ്ങോട്ട് വന്നിട്ട് 2 പ്രാവശ്യം വന്നിന് ഗൈസ്. ഇത് 3-ാം പ്രാവശ്യമാണ്. ഹാട്രിക്. അവിടെ അവിടുത്തെ ദൃശ്യം കണ്ടു. നമ്മളിനി പോകാം. ഇവിടെയെല്ലാം പോകാൻ കഷ്ടമാണ് ഗൈസ്, കഷ്ടം. ഇതേ ഇനി നോക്കാം മേലക്ക് ഗൈസ്. ഇതാണ് പടികൾ, 100 പടികളാണ് ഗൈസ്. ഞാൻ പോകുന്നുണ്ട് ഗൈസ്. ഇതൊരു ഷോർട്ട് വീഡിയോ അല്ല ഗൈസ്, ലോങ് വീഡിയോ ആണ് ഗൈസ്. ഗൈസ് പോവാനേ കഷ്ടം. മരയെല്ലാം വീണിട്ടുണ്ട് ഗൈസ്. ഹൈറ്റിലായിട്ട് ഒരു ചെറിയ സ്ഥലമുണ്ട് പോകാൻ. പടികളെല്ലാം ലെവലാക്കി. അവിടെ ഒരു മോട്ടോർ സെറ്റ് ഉണ്ട് ഗൈസ്. ഇവിടെ ഒരു മരം വീണിട്ടുണ്ട്. കഷ്ടം. മരയെല്ലാം വെട്ടിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഒന്നും പടികളില്ല ഗൈസ്. ആണിയെത്തിത്തല്ലേ ഗൈസ്. ഞങ്ങളിന്ന് കാട്ടിലേക്ക് പോകുന്നതാണ് ഗൈസ്. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഒന്നുമില്ല, കുറേ നടന്നു മടുത്തു. അവർക്ക് മടുത്തല്ലേ. ഇനിയും നമ്മൾ മേലൊക്കെ പോകുന്നതാണ് ഗൈസ്. ഇവിടെ ആയിട്ടൊരു വഴിയുണ്ട് ഗൈസ്. എന്താണെന്ന് അറിയില്ല ഗൈസ്. ഞാൻ നിങ്ങൾക്ക് കുറച്ച് സൂം ആക്കിയിട്ട് കാണിച്ചു തരാം. അവിടെ ഒരു മരം കണ്ടില്ലേ, അതാണ്. പക്ഷേ ഇവിടെ ഫുൾ അന്ന് ഇത്ര പടികളുണ്ടായിരുന്നു. അതെല്ലാം പൊളിച്ചിട്ട് JCB എല്ലാം വന്നിട്ടുണ്ട്. ഇതതിൻ്റെ ദൃശ്യങ്ങളാണ്. ഇതല്ല സ്റ്റെപ്പുകളാണ്, അതിനെല്ലാം പൊളിച്ചതാണ് ഗൈസ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഒരു അഡ്വഞ്ചർ പോലെ. ഇതാണ് ആമസോൺ കാട്. ഇന്നലെ നമ്മൾ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടേ അതേ കാടാണ് ഗൈസ് ഇത്. ഇവിടെ കണ്ടില്ലേ, വീട് കെട്ടാനുള്ള സ്ഥലം റെഡി ആയിരിക്കുന്നു. അന്ന് തൂങ്ങി മരിച്ചത് ഇവിടല്ലേ, ആ മരത്തിൽ ഗൈസ്. അന്നായിരിക്കും ഒരാൾ തൂങ്ങി മരിച്ചത് ആ മരത്തിലാണ് ഗൈസ്. ഇവിടെ രാത്രി ആരും വരാനില്ല ഗൈസ്. ഓൻ്റെ പ്രേതം ഇവിടെ ഫുൾ അലിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഗൈസ്. നമുക്ക് അവിടെ ഒരു വീട് കാണാം. ഓറിൻ്റെ നമുക്ക് ചോദിച്ചു നോക്കാം. എന്നിട്ട് ഞാൻ പറഞ്ഞതാണ്, ഞങ്ങൾക്ക് കുറേ ആയിരുന്നേ അറിയില്ല. 3-ാം പ്രാവശ്യം വരുമ്പോൾ ഇവിടെ എന്തുണ്ടായിട്ടാ ഗൈസ് ഇങ്ങനെ. കണ്ടില്ലേ ഗൈസ്.
kelas ini lah lupa. Hah? Oh, guys, ഇവിടെ JCB വന്ന് പോയ ദൃശ്യങ്ങളാണ് ഇത്. പോകെ ആടേമിട്ട് പോയി. ആടേമിട്ട് പോയി. ആൽപ്പഞ്ചേരിയിൽ ഹൈവേ ഉണ്ട്. ഞാൻ നടന്ന് അടുക്കെത്തിയെന്നേ അറിയില്ല ഗൈസ്. രണ്ട് നായ്ക്കൾ വരുന്നുണ്ട് ഗൈസ്. വിളിക്കോ? ഞങ്ങൾ വീഡിയോ എടുത്തത് ഗൈസ്. രണ്ടാൾ വടിയെടുത്തു ഗൈസ്. വാ പോവാം. കുറേ നായ്ക്കളാണ് ഞാൻ അന്ന് കണ്ടിട്ടുണ്ടായി. നായികൾ ഞങ്ങളുടെ ഏരിയക്ക് എന്തിനാണ് വരുന്നത് പറഞ്ഞിട്ട് പാഞ്ഞോടുന്നതാണ്. കാലിഞ്ഞുകൊണ്ട് പോകുന്നത്. ഇതാണ് ഒരു കരാട്ടയ്ക്ക് വരുന്ന ഒരു കുട്ടീൻ്റെ വീടാണ്. ഓൻ്റെ പേര് അദ്വിക്. ആ ഒരു വെപ്പ് കരാട്ടയ്ക്ക്. കണ്ടില്ലേ? ഇവിടെ മാത്രമാണ് ഇത്ര വലിയ വീട്. വേറെ ഇവിടെ ഒന്നുമില്ല. KTM ഡ്യൂക്ക് R15 എല്ലാം ഉണ്ടാകും ഗൈസ്. അവിടെ ഒരു നായ്ക്കുട്ടി. നിങ്ങൾക്കൊരു രണ്ട് പശുവിനെ കാണിച്ചു തരാം. രണ്ടല്ല കുറേ ഉണ്ട് ഗൈസ്. തല്ലാക്കുന്നത് ഗൈസ്. ഞാൻ പശുവിൻ്റെ അടുത്തേക്ക് പോയി നോക്കാം. ഗൈസ്, പശു നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? പറഞ്ഞത് വലിയ പശു കട്ടിക്കുന്നു നോക്കാം. പറഞ്ഞിട്ട് നമുക്ക് പോയി നോക്കാം. വാ. എന്താന്നറിയില്ല. അവിടെയാണ് ഗൈസ്. കണ്ടില്ലേ വലിയ പശു. ഗൈസ്, ഇവിടെ രണ്ട് പശുക്കളാണ് ഗൈസ്. നമ്മൾ തിരിച്ചു പോകുന്നതാണ് ഗൈസ്. ബൈ ഗൈസ്. ബാ, പശുവിൻ്റെ അടുത്തേക്ക് പോവാം. പശുവിൻ്റെ കയ്യിൽ ചോദിക്കാം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്. ഗൈസ്, ഒരു പശു ഞങ്ങളെ തുറിച്ചു നോക്കുന്നതാണ് ഗൈസ്. പേടിയാകുന്നു. പശു പറയും അമ്പേ അമ്പേ. ഞാൻ മുമ്പിലേക്ക് പോകുന്നു. ക്യാമറ ബാക്കിലേക്ക് വരും. പശു നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എവിടേക്കാണ് ഓടുന്നത്? ഇതെന്താണ് പറയാനുള്ളത്? എല്ലാ പശുക്കളും ഓടുന്നതാണ് ഗൈസ് നമുക്ക് ദൃശ്യം കാണുന്നത്. പശു കൂട്ടത്തിൻ്റെ അങ്ങോട്ട് പോവാം. അവിടെ ഒരു ചെറിയ പശു പ്രസൻറ്റാക്കുന്നത്. ഇതാണോ നിന്റെ ഫാമിലി? ഇതാണോ ഞാൻ കാണിക്കാൻ വന്നത്? ഇതാണോ നിന്റെ ഫാമിലി? നമ്മുടെ ഇവിടെ പോത്തെടുക്കുന്നു. പശുങ്ങളെ ഇവിടെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അബാ അബാ നമ്മൾ താഴെ പോയിട്ട് നോക്കാം.
പശുവിൻ്റെ ദൃശ്യമാണത്. അവിടെ ഒരു വലിയ പശു, അവിടെ കുറേ കൂട്ടം. 7-8 പശുവുണ്ട്. 7-8 പശുവുണ്ട്. ഓക്കെ, നമ്മൾ ഇന്ന് വീട്ടിലേക്ക് പോകുന്നതാണ്. ഈ പശുവിൻ്റെ എന്തെങ്കിലും ചോദിച്ചിട്ട് പോവാം. നിങ്ങളുടെ പേര് എന്താണ് പശു? അഭിജിത്ത്. എൻ്റെ പേര് അഭിജിത്ത്. പോവാം. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? പശുവിൻ്റെ പേര് അഭിജിത്താണ്. ഈ പശു വലിയ ജോറാണെന്ന് കാണുന്നു. നിന്റെ പേര് എന്താണ്? നിന്റെ ഫാമിലി അതാണോ? പറയൂ. ഇത് തിന്നാനുള്ളതല്ല. ഞാനും പിടിച്ചു നോക്കാം. ഞാനോ ഇന്നെ പിടിക്കുന്നുണ്ട് ഗൈസ്. നമ്മളിനി പോകാം. നിങ്ങൾ വീഡിയോ എടുത്തോണ്ടേ പുറകിൽ വരും. ഞാൻ മുമ്പിലേക്ക് പോവാം. പൂച്ച പൂച്ച നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? പൂച്ച ഗേറ്റ് നായേ, ഒരു നായി ചാടിപ്പോയി. അവിടെ ഒരു സിറ്റ് ഔട്ടിലാണ്. ജാഗ്രതയ്ക്ക് ഒരു വടിയെടുത്തു. അവിടെ ഒരു നായി. എന്താണ് ഇത്? ഞാനോട് നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾക്ക് കടി കിട്ടിയാൽ ഞങ്ങൾക്ക് കടി വേണ്ട. ജാതിക്കാതോട്ടം എന്താണ് എനിക്ക് തല്ലുന്നത്? ഞാൻ നായല്ല ഗൈസ്. ഞാൻ വീട്ടിലേക്ക് പോകാം. മൈക്ക് 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 ഗൈസ് അവിടെ നോക്കൂ, എത്ര നല്ലതായിട്ട് കാണുന്നതാണ് ഗൈസ്. കണ്ടില്ലേ? ഞങ്ങളുടെ വീട് അതോ അവിടെ കാണുന്നത് അത് തന്നെയാണ് ഞങ്ങളുടെ വീട്. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എൻ്റെ വീട് ഇവിടെ കാണുന്നുണ്ട്. ഇല്ല, എൻ്റെ വീട് കാണുന്നില്ല. എൻ്റെ വീടിൻ്റെ അടുത്ത് കുറേ മരങ്ങളുണ്ട്. അത് മൂടി ഈ വീട് മൂടി കിടക്കുക. അങ്ങനെ അടുത്ത് ഉള്ള വീടെല്ലാം കാണുന്നുണ്ട്. തോട്ടം കാണുന്നുണ്ട്. അടക്കയുടെ തേങ്ങയുടെ എല്ലാം തോട്ടം കാണുന്നുണ്ട്. അടുത്തതിന് തോടുണ്ട്. നിങ്ങൾക്ക് ഇനി തോടിൽ പോയിട്ട് കാണിക്കാം. ഞങ്ങൾ തോടിലേക്ക് പോവാം. വാ. ഞാൻ ഫസ്റ്റ് നോക്കിയത് ഞങ്ങളുടെ സ്ഥലമല്ല എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇതാണ് ഞങ്ങളുടെ സ്ഥലം. പോവാം. മെല്ലെ മെല്ലെ പോവാം. മെല്ലെ വരിക. ഗൈസ്, അതെന്ത് തരം ചെടിയാണെന്ന് അറിയാമെങ്കിൽ നിങ്ങൾ പറയുമോ? യൂട്യൂബ് ചാനലിൽ ഇതെന്താണ് ചെടി ഗൈസ്? മുള്ളിൻ്റെ ചെടിയാണ്. ഇങ്ങനത്തെ കാറ്റർപില്ലറാണോ ഇത്? അഭിജിത്തിന് നാണം വന്നു. അഭിജിത്തിന് നാണം വന്നു. അഭിജിത്തിന് നാണം വന്നു. ഗൈസ്, ഇതാ ഇവിടെയാണ് പണ്ടൊരിക്കൽ ഒരാളുടെ മൃതദേഹം കിട്ടിയത്. നിങ്ങൾ നോക്കൂ, ഇത് കാടിൻ്റെ പോലെയല്ല, ഇതിനുള്ളിൽ നിന്നാണ് കിട്ടിയത്. ആ ശവം കിട്ടിയതിന് ശേഷം ഇവിടുന്ന് ആൾക്കാർ പോകുന്നത് കുറച്ചു. ഇതിനു മുമ്പ് ഇതായിരുന്നു മെയിൻ റോഡ്. ഇപ്പോൾ എല്ലാ ഹൈവേ വന്നിട്ട് ഫുൾ ഇതായി ഗൈസ്. ഇപ്പോൾ എല്ലാ റോഡ് ആയത് കൊണ്ട് ഈ സ്ഥലത്ത് നിന്ന് ആരും നടന്നിട്ട് പോകുന്നില്ല. രാത്രി പോകാനും പേടിയാണ്. രാത്രി പോകാനും പേടിയാണ്. അതിൻ്റെ പ്രേതം ഇവിടെ ഫുൾ പ്രേതത്തിൻ്റെ പേടിയുണ്ട്. പിന്നെ കള്ളന്മാരുടെ പേടിയുണ്ട്.
പോകാം. വന്നാണ് വന്നാണ് 134, 35, 36, 37, 38, 39, 41, 301 സ്റ്റെപ്പാണ് ഗൈസ് ഇവിടെ ഉള്ളത്. മീനെ കാണിച്ചു തോടിൽ ചേർന്നാ അങ്ങോട്ട് പോയാ ഇറങ്ങാടും. ഗൈസ് ഇതാണ് ജാതിക്ക ചെടി. അതിൽ കുറേ ആയിട്ടുണ്ട് ഗൈസ്, കുറേ ഉണ്ട് ഗൈസ്. ഒരു സ്ഥലത്തിൽ ഒരു നട്ടിട്ടുണ്ട്. ഇതാണ് ഞാൻ വേണോ ഫിഷ് അരപ്പമാണ് ഗൈസ് അത്. അതിന് മുമ്പിലേക്ക് പോകാം. ഇവിടേക്ക് ഇനി ഒരിക്കൽ മീൻ പിടിക്കാൻ വരുന്ന ദൃശ്യം വീഡിയോ ഇനി എത്ര വേഗം ഞങ്ങൾ യൂട്യൂബ് ചാനലിലേക്ക് ഇട്ടിരിക്കും ഗൈസ്. ഇവിടെയാണ് ഗൈസ് അന്നൊരിക്കൊരു ഹജ്ജിൻ്റെ ശവം വന്നത്. അല്ലേ ഇവിടെ കുറേ പേര് മീൻ പിടിക്കാനും ഞണ്ട് പിടിക്കാനും വരുന്നുണ്ട്. കുറേ പേര് ഞണ്ട് മീനെല്ലാം കിട്ടുന്നുണ്ട്. ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഒരു ഇപ്പോൾ അല്ല, ഒരു മാസത്തിന് ശേഷം ഇവിടെ മീൻ പിടിക്കാൻ നോക്കാം. കിട്ടുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കാം. മീൻ എന്തായാലും ചെറിയ മീനായിരിക്കും, വലിയ മീനൊന്നും കിട്ടത്തില്ല. വലിയ മീനൊക്കെ ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം കിട്ടും. ഞങ്ങളിപ്പോൾ നടന്ന് അങ്ങോട്ടെത്തി. ഇനിയൊരു ബ്രിഡ്ജ് ഉണ്ട്, അതിൻ്റെ അടുത്ത് പോവാം. പശുവുണ്ട് അഭിജിത്ത്, പശുവുണ്ട്. പശു കാണാത്തവർ കാണുക. 2 പശുവുണ്ട്. ഒന്ന് ബ്രൗൺ പശു, പിന്നെ കറുത്ത പശുവും. ഇവിടെ ഒന്നും വീതിയില്ല, റോഡിലേക്കൊന്നും വീതിയില്ല. കുറച്ച് സ്ഥലമേ ഉള്ളൂ നടന്നു പോകാനുള്ള, ഒരാൾക്ക് നടന്നു പോകാനുള്ള സ്ഥലമേ ഉള്ളൂ. വീണ തോട്ടിലേക്ക് അത്രയൊന്നും വെള്ളമില്ല, കുറച്ച് വെള്ളമാണ്. അപ്പോൾ ഒരു ആഴ്ച 2 ആഴ്ച മഴ വരാത്തത്, അതുകൊണ്ട് കുറച്ചേ വെള്ളമുള്ളൂ. മഴ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ തോട്ടിൽ മുഴുവൻ വെള്ളമായിരുന്നു. ഇറങ്ങണമില്ല. ഇപ്പോൾ ആണെങ്കിൽ ഇറങ്ങാം, നിങ്ങൾ ഇറങ്ങിയിട്ട് കാണിക്കാം. ഞാൻ ഇറങ്ങുന്നില്ല. ഇവിടെ അങ്ങോട്ട് മീനിൻ്റെ ചാൻസ് കുറേയാണ് ഗൈസ്. ഇറങ്ങുന്നോ? ഇറങ്ങാം. നീ ഇറങ്ങുന്നില്ലേ? ഞാൻ അങ്ങോട്ട് നിന്ന് ഇറങ്ങാം. പോവാം. കീഴിലേക്ക് വഴിയുണ്ട് ഗൈസ് ഇറങ്ങാൻ. അതിലേക്ക് പോകണം. ഇവിടെ ഒരു ചെറിയ തോടുണ്ട്. ഇതിൽ നിന്ന് എപ്പോഴും വെള്ളം വരുന്നുണ്ട്. അതിൽ നിന്നാണ് വെള്ളം വരുന്നത്. ഞണ്ടിൻ്റെ വീട് കാണുന്നു. ഗ്യാപ്പ്. ഇതാണ് നണ്ടിൻ്റെ കൂട്. ഇതിലാണ് നണ്ട് ഉണ്ടാവുന്നത്. ഇവിടെ കുറേ ഉണ്ട് സൈഡിൽ. ഇവിടെ ഒരു മരം വീണിട്ടുണ്ട്. മരമുണ്ട്. അങ്ങോട്ടാണ് കണ്ടത്. ആണുണ്ട്. അഭിജിത്ത് പൂ കണ്ടോ? തോട്ടിലുള്ള പൂ. സൗണ്ടാണ് പിടിക്കുന്നത്. ഇല്ലുണ്ടോ? ഇവിടെ ഒരു പോണ്ട്. ഇതിന്റെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. ഇതൊരു നല്ല സുന്ദരമായിട്ട് സ്ഥലമാണ്. ഇതിന് കുറേ കാണാം. ചെടിയൊക്കെ ഉണ്ട്. ಕೇರಿಪ್ಪಲ್ಪ ಮೂಳು ತೆಪ್ಪು ഇതിലെടുക്കാം. ഇതാണ് ഇവിടുത്തെ കുറേ പ്രത്യേകത ഉള്ള പൂ. ഇതൊരു കാട്ടുപൂവാണ്. ഇതൊരു കാട്ടുപൂവാണ്. ഇതൊരു കാട്ടുപൂവാണ് ഗൈസ്.
മഞ്ഞ കളറിലുള്ള കാട്ടുപൂ പാടത്തിലെല്ലാം കിട്ടി. നേരത്തെ കാണിച്ചത് തന്നെ പോയാണ് കഴിച്ചത്. കുളമാണ്, കുളം. ഇവിടെ ഇത് എത്ര ഭിത്തിയൊന്നും ഇല്ലാത്ത കുളമാണ്. 1 കിലോമീറ്റർ അടി വരുന്നത്ര അടിയാണ് കഴിച്ചതിൻ്റെ ഫുൾ. ഇതല്ല കഴിച്ച ഞാൻ പറഞ്ഞ ആമസോൺ കാട്. ഇവിടെ ഡ്രാഗണൊന്നും വരാനില്ല ഗൈസ്. വീട് വന്നെങ്കിൽ 6 മിനിറ്റ് ഒരു വലിച്ചിട്ടൊക്കെ മീൻ 60 കറക്റ്റ് എൻ്റെ അകത്ത് അതിന് 10 വെള്ളത്തിലിറങ്ങിയാൽ പോകുന്ന ಚಪ್ಪುರ್ಚಿ ಮರ ಅಲ್ತಿ ಚಪ್ಪು ಅಣ್ಣ ಹೆಂಗಂತಿಜಣ್ಣ ബോർച്ചുമേ ಅಂತಿರ್ತಿ ಚಪ್ಪು ಒಂದು ಜಾಗ ಸರಿಚ್ಚಿ ഇപ്പോൾ ഒരു മീനുണ്ടായ ഇവിടെ ഒരു മീനുണ്ടായി ഗൈസ്. ഗൈസ് ഇത് കാണും പൂ പറിച്ചതാണ്, എൻ്റെ അനിയത്തിയാണ് പറിച്ചത്. ഗൈസ് ഇവിടെ ഒരു മീനുണ്ടായി കാണുന്നില്ല. ഞാൻ തോട്ടിലേക്ക് പോവാ. ಟೈಪ್ ಗ್ಯಾರ പോവാം പോവാം. ഡോറ ഇനി നമുക്ക് എവിടേക്കാണ് കണ്ടാൻ പോകുന്നേ? ചേട്ടായി കാപ്പി. ഡാമിൻ്റെ അവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നു. ഞങ്ങള് അതില്ല പിന്നെ ചപ്പി ചക്രി വീഴാൻ ചക്രി ಅದು ಅವ ನೀನು ಅಲ್ಲಿ എന്നിട്ട് പോരാവേ. ഒടിയിൽ ആ സൈഡിട്ട് പോമാറേ എന്നിട്ട് പോടമേ ഇത് ഇത്തന అది సైడ్ పోడ్చు అన్న సైడ్ పోడ్చుమే గుండిలో ఏ తుండు చూల ഇന്നകത്ത് ഉണ്ടുണ്ട് അപ്പോൾ മീനുണ്ട് സുമാറ്. ഇതേ സൈഡ് പോಡ್చుമേ വെള്ളത്തിൽ മീൻ കാണുന്നുണ്ട്. കുറേ നീളമല്ല, 1 ഇഞ്ച് 2 ഇഞ്ച് നീളമുള്ള മീനെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ഇത് വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. അത് സോറി ഗൈസ്, വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് കാണുമ്പോൾ ശരിക്കും കാണാൻ പറ്റുന്നത് 1 ഇഞ്ച് 2 ഇഞ്ച് വലുതുണ്ടാവും. അതിനെ കൂടുതൽ പോലെ മീനില്ല. ഇപ്പോൾ ഞങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നതാണ്. ഗൈസ് നോക്കൂ, വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നു. അഭിജിത്ത് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു. ഞാൻ ഫസ്റ്റ് പോവാം. ഹലോ ഗൈസ്, ഞാൻ ഫസ്റ്റ് വെള്ളത്തിൽ ഇറങ്ങാം, പിന്നെ അഭിജിത്ത് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് ഇത് താല്പര്യമില്ല. ഹലോ ഗൈസ്, ഇനി ഞാൻ തോട്ടിലുണ്ട്. തോട്ടിലിറങ്ങിയിട്ട് നിന്നിട്ടുണ്ട്. അഭിജിത്ത് മീൻ പിടിക്കാൻ പോകുന്നുണ്ട്. സൗണ്ട് കേൾക്കുന്നുണ്ട്. കുറേ മീനുണ്ട്. ಬುರ್ಕೊಡ್ತಿದ್ದೆ ಎಡ್ಡಿದ್ದೆ ನೀರು. കുറേ വലിയ മീനൊന്ന് കിട്ടി. ഒരു 3 ഇഞ്ച് വലിപ്പമുള്ള മീൻ. ಗುಂಡಿ സോ ഹലോ ഗായ്സ്, ഇത് ഞാൻ തേജസ്യാൻ. ഇനി നിങ്ങൾ കാണുന്ന അഭിജിത്തിനെ കാണാം. ഹലോ ഗായ്സ്,
ഇത് ഞാൻ തേജസ്വൻ. ഇന്ന് ഞങ്ങൾ വ്ളോഗ് ചെയ്യുന്നത് തോട്ടിൽ കുറച്ച് ഇറങ്ങിയിട്ട് ജോലി ചെയ്യാം. സോ ഗൈസ് ഞങ്ങൾ ഇനിയും മുമ്പിലോട്ട് പോവാം. വേണ്ടെന്ന് പറഞ്ഞു അഭിജിത്ത്, വേണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് പോകുന്നത് വേണ്ട. പത്തുകെ സത്യം അല്പം വളരെ ബുണ്ടി. എനിക്ക് കയറിയിരിക്കണമെന്ന് ആശാണ്. ഒക്കെ പിടിച്ച് ഞാൻ എങ്ങനെയെങ്കിലും കയറാൻ നോക്കുന്നു. ഇവിടെ മീനില്ല, അവിടെ മാത്രമേ ഉള്ളൂ. അവിടെ കുറച്ച് കുണ്ടുണ്ട്, അതുകൊണ്ട് അവിടെ മീനുണ്ട്. ഇവിടെ മീനൊന്നുമില്ല. ആയി മരം താഴെ വീണു. അടയ്ക്കയുടെ മരം കുറച്ച് സപ്പോർട്ടിലുണ്ടായിരുന്നു, അത് കല്ല് തട്ടി താഴെ വീണു. ചിറകുകൾ പാറി പറക്കുവാനായി, ചിറകുകൾ പാറി പറക്കുവാൻ. നമ്മെ ഈ അങ്കിരി ചണ്ട നെരുവീർക്ക് നീര് ചെപ്പെടുത്തുമേ. അങ്കിരി ചണ്ട നെരുവീര് ഞാൻ ഉറക്കുള്ളത് ലുങ്കി ഡാൻസ് ലുങ്കി ഡാൻസ് ലുങ്കി ഡബിൾ ഷോട്ട്. യോ ഗൈസ് 3 ഷോട്ട്. നായോ എത്ര ഷോട്ടാണ് ഗൈസ്. അത് അത്ര ഒന്നിനാണ്. കൃത്യമായിട്ട് വീഡിയോ ഉണ്ട്. കാരണം മറത്ത പിടിക്കുന്നു മറത്ത വീഡിയോ അഭിജിത്ത് കുട്ടാൻ. ഇനി എങ്ങോട്ട് പോകുന്നത്? മീൻ പിടിക്കാം. അഭിജിത്ത് തയ്യാറായിരിക്കുന്നു മീൻ പിടിക്കാൻ. കുറേ മീനുണ്ട് ഗൈസ്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല എന്ന് അറിഞ്ഞൂടാ, പക്ഷേ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. വെള്ളത്തിലേക്ക് ഇറങ്ങാം. വെള്ളത്തിലേക്ക് ഫോണുണ്ട് കയ്യില്. ഇവിടെ ഒരു കുണ്ട് കാണുന്നില്ല ഗൈസ്. മൈക്ക് 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 ഇവിടെ കണ്ടു കണ്ടു കണ്ടില്ല കണ്ടു കണ്ടു കണ്ടില്ല. తుండుది అడగపోతే బతకను నేను వాళ్ళ బతల ఉంది బతల చికెన్
കാണിച്ചോ രണ്ടുണ്ട്, കാണാൻ പറ്റുന്നില്ല. 6 ഇഞ്ചിന്റെ ഒരു 6 ഇഞ്ചിന്റെ മീനാണ് ഗൈസ് നമ്മ കണ്ടത്. പിന്നെ ഒന്ന് ഇത്ര വലിയ മീൻ. ഹലോ ഗൈസ്, ഞങ്ങൾ കൊക്കോ മോഷ്ടിക്കാൻ പോകുന്നതാണ്. നമുക്കൊരു 10 ഇഞ്ചിന്റെ വലിയ മീൻ കണ്ടതാണ് ഗൈസ്. അത് കാപ്പിച്ചു ഇത് ഓട് కుంటుండు వాకితుందా బైక్ తోడు ఎక్కడలా సైట్ అవుతుంది നമ്മൾ പോകാം കൊക്കോ മോഷ്ടിക്കാൻ. നമ്മൾ കൊക്ക എവിടെ ആണെന്ന് എന്നൊക്കെ അറിയില്ല. മാത്രം ഞാൻ അവരുടെ ചോദിക്കുന്നു. കുഞ്ഞു പോകാം കൊക്കോ മോഷ്ടിക്കാൻ, കൊക്കോ മോഷ്ടിക്കാൻ, കൊക്കോ മോഷ്ടിക്കാൻ നമ്മൾ പോകുന്നു. പോയിട്ട് കുറഞ്ഞുണ്ട് വെളിയിൽ മണ്ണൊരുകുമ്പോൾ കൊക്കോ മോഷ്ടിക്കാൻ മുന്നിൽ പോയിട്ട് ഇവിടെ ഒരു 10 ഇഞ്ചിൻ്റെ മീനാണ് ഗൈസ് അവിടെ ഞങ്ങൾ കണ്ടത്. ഇതൂടെ പറഞ്ഞില്ല ഹലോ ഗായ്സ്, നമ്മൾ നിന്ന് ക്യാമറമാൻ പിടിക്ക്. ഞാൻ പറയണ്ട അപ്പൊ നീ ഇത് പിടിച്ചാൽ നിന്നെ കാണുന്നില്ലതോ.